അതിന്റെ പേരിൽ BJP നേതാവ് ശ്രീ ഷോൺ ജോർജ്, വഖഫ് സംരക്ഷണ സമിതിയുടെ അംഗം ശ്രീ PK ജലീൽ, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ജോസുകുട്ടി ഒഴുകയിൽ, കോൺഗ്രസ് നേതാവ് ശ്രീ റോണി കെ തോമസ്, റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി ശ്രീ സ്റ്റാലിൻ ദേവൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ സ്റ്റാലിൻ ദേവൻ, ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ വന്ന് വഖഫ് നിയമം പൊളിച്ചെഴുതുകയാണെങ്കിൽ മുനമ്പം ജനതയ്ക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ആശ്വാസം കിട്ടുമോ? ഇല്ല എന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. പക്ഷേ ഉണ്ട് എന്ന് ഇപ്പോൾ മുനമ്പത്തെ സമരസമിതി പോലും പറയുന്നുമുണ്ട്. ഇപ്പോൾ സഭയാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് തന്നെ വരുന്നു. ദീപികയിൽ ഇന്നലത്തെ മുഖപ്രസംഗം ഉണ്ടായിരുന്നു. പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണം, ഇതുവരെ എതിർക്കാൻ തീരുമാനിച്ചവർ അതിൽ നിന്ന് പിന്മാറണമെന്ന്. ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ? മുനമ്പംകാർക്ക് ഇപ്പോൾ JPC അംഗീകരിച്ച് നൽകിയിരിക്കുന്ന ആ റിപ്പോർട്ട് അതേപടി പാസ്സാക്കപ്പെടുകയാണ് എങ്കിൽ അത് പാസ്സാക്കി നോട്ടിഫിക്കേഷൻ ആകുന്ന നിമിഷം ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. കാരണം ഈ ബില്ല് വന്ന സമയത്ത് ഇതിൻ്റെ സെക്ഷൻ 2 ഒരു ഭേദഗതി നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. അത് JPCക്ക് പോയപ്പോൾ മഹാരാഷ്ട്രയിലുള്ള ഒരു ബോറ എന്ന് പറയുന്ന മുസ്ലിം ഡിനോമിനേഷൻ, ഈ ഡിനോമിനേഷൻ എന്ന് നമ്മൾ പാർലമെൻറ്റിലൊക്കെ ഈ പ്രതിപക്ഷക്കാരൊക്കെ വിളിച്ച് പറയുന്നത് കേൾക്കാറുണ്ട്, ഡിനോമിനേഷന് ഈ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതി ഡിനോമിനേഷന് എതിരാണ് എന്ന്. അത് ഈ ഡിനോമിനേഷൻ എന്തെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ഈ ഓരോ മതത്തിൻ്റെയും അടിയിലുള്ള പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളും മറ്റും അനുഷ്ഠിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ നാഗാ സന്യാസിമാരെയൊക്കെ പോലെയുള്ള അവർക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേക അവകാശങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് വസ്തു നേടിയെടുക്കാം, അവർക്ക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാം. അതൊക്കെ ഈ സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ഒക്കെ അവർക്ക് അവരുടേതായ രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ബോറ കമ്മ്യൂണിറ്റിക്കാർ അവരിതുവരെയൊക്കെ ഉണ്ടാക്കിയിരുന്ന വഖഫുകൾ ഇത് പബ്ലിക് ട്രസ്റ്റിൻ്റെ അടിയിൽ ആണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ കാര്യങ്ങളിൽ ബാഹ്യശക്തികൾ ഇടപെടുന്നത്, അത് സർക്കാരായാലും ഇടപെടുന്നത് അവർക്ക് ആത്മഹത്യാപരമാണ്. അത് അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് മതനിന്ദയായി മാറും. അതുകൊണ്ട് ഞങ്ങളെ ഈ വഖഫ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നും പുറത്താക്കി തരണം എന്നൊരു അപേക്ഷ അവർ ഈ മന്ത്രാലയത്തിന് നൽകുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നിയമത്തിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം വഖഫ് ബോർഡുകൾ ഉണ്ടാക്കാം. അഗാഖാനി, ബോറ എന്നീ രണ്ട് കമ്മ്യൂണിറ്റിക്കും ഡിനോമിനേഷനും വേണ്ടിയിട്ട് പുതിയതായിട്ട് അവർക്ക് വേണമെങ്കിലും വഖഫ് ബോർഡുകൾ ഉണ്ടാക്കാം എന്നൊരു നിർദ്ദേശമായിരുന്നു പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആ ബില്ലിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ വഖഫ് ബോർഡ് വന്നു കഴിഞ്ഞാലും വീണ്ടും അവർ ഈ സർക്കാരിൻ്റെയും ഈ വഖഫ് ആക്ടിൻ്റെയും പരിധിക്ക് അകത്ത് തന്നെയായിരിക്കും. അതിനൊരു പരിഹാരമായിട്ടാണ് JPC ഈ വിഷയം പഠിച്ചതിന് ശേഷം ഈ വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 2 കൂടി ഒരു പരിഷ്കരണം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഈ സെക്ഷൻ 2 ഡീൽ ചെയ്യുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗങ്ങൾക്ക് ഈ വഖഫ് ആക്ട് ബാധകം ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ അജ്മീറിലെ ഒരു ദർഗയ്ക്ക് അങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ ഇനി വരാൻ പോകുന്ന ഈ വഖഫ് ആക്ടിലെ ഇത് എന്തായിരിക്കും, സെക്ഷൻ 2 പറയുന്നത് എന്തായിരിക്കും എന്ന് വച്ചു കഴിഞ്ഞാൽ, provided further that nothing in this act shall, notwithstanding any judgment, decree or order of any court, apply to a trust by whatever name called, established before or after the commencement of this act, or statutorily regulated by any statutory provision pertaining to public charities by a Muslim for purposes similar to a waqf under any law for the time in force എന്നാണ് പുതിയതായിട്ട് സെക്ഷൻ 2 വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മുനമ്പംകാർക്ക് പരിഹാരമുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉപയോഗം ഉണ്ടാകില്ല എന്ന് ഈ വഖഫ് ആക്ടോ ഇതൊന്നും പഠിക്കാതെ ചുമ്മാ വിളിച്ച് പറയുന്നത്. ഇതിൽ നിലവിലുള്ള തർക്കങ്ങൾക്കും ഇത് ബാധകമാണ് എന്ന രീതിയിൽ കൂടിയാണ് അല്ലേ? ഇത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ആണ്. അപ്പോൾ അവിടെ നിലവിൽ വരുന്നതിന് മുൻപോ പിൻപോ ആണെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ഈ മുസ്ലിം മതപരമായ പയസ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടി കൊടുത്ത വസ്തു ഒരു ട്രസ്റ്റിനോ ഒരു സൊസൈറ്റിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും
സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഉണ്ടാക്കപ്പെട്ട സംവിധാനത്തിൻ്റെ അടിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ആണെങ്കിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ വഖഫ് ബോർഡിന് അത് വഖഫായി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് അത് പരിശോധിക്കാമെന്ന് അല്ലേ? ഇനി പുതിയ വഖഫ് ബോർഡ് വരുമ്പോൾ അത് പരിശോധിക്കാം, തർക്കമുണ്ടെങ്കിൽ അല്ലേ? തർക്കമില്ലല്ലോ. കാരണം ഇവിടെ എന്താ സംഭവിച്ചത്? സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന മുസ്ലിം, 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അത് ഡൊണേറ്റ് ചെയ്യുന്ന ആളൊരു മുസ്ലിം ആയിരിക്കണം, മതപരമായ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടായിരിക്കണം, കൊടുത്തത് ഏതെങ്കിലും ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ ആണെങ്കിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവൂ. ഇവിടെ 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന മുസ്ലിം മതം അനുശാസിക്കുന്ന രീതിക്കുള്ള ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടി എന്നാണ് ഇതുവരെ വഖഫ് സംരക്ഷണ വേദിയും വഖഫ് ബോർഡും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. കൊടുത്തത് 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് അടിയിൽ രജിസ്റ്റർ ചെയ്ത ഫറൂഖ് കോളേജിനായിരുന്നു. അങ്ങനെ വരുമ്പോൾ ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് എന്ന് പറയുമ്പോൾ 1950 സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന മുസ്ലിം കൊടുത്തത് ഒരു സൊസൈറ്റിക്കായതിനാൽ അത് വഖഫ് ആക്ടിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കും. അപ്പോൾ ഇത് കിട്ടത്തില്ല, പരിഹാരം ഉണ്ടാവില്ല എന്ന് പറയുന്നവർ ഇതിനാണ് എനിക്കൊരു സമാധാനം പറയേണ്ടത്. ശരി, ശ്രീ പി കെ ജലീൽ, ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതി അല്ലാതെ മറ്റൊരു മാർഗമില്ല മുനമ്പം ജനതയെ രക്ഷിക്കാൻ എന്ന രീതിയിലുള്ള ഒരു നിലപാട് പലരും സ്വീകരിച്ചു തുടങ്ങി. അതിൽ കേരളത്തിലെ LDF-ഉം UDF-ഉം അങ്ങനെയല്ല. അതുപോലെ തന്നെ വഖഫ് സംരക്ഷണ സമിതി ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, മുനമ്പത്തെ ഭൂമി വഖഫാണ് എന്ന്. നിങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചതും അവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പാർലമെന്റിൽ പാസ്സാകാൻ പോകുന്ന വഖഫ് ഭേദഗതി ബിൽ, അതായത് നിലവിലെ വഖഫ് നിയമത്തെ മാറ്റി എഴുതുന്ന വഖഫ് ഭേദഗതി ബിൽ, അത് പാസ്സായി വന്നാൽ മുനമ്പം ജനതയ്ക്ക് ഗുണകരമാകുന്ന വ്യവസ്ഥകൾ ഉണ്ടാകും എന്നുള്ളതാണ് അത് പഠിച്ചതിന് ശേഷം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. JPC-യുടെ റിപ്പോർട്ട് കൂടി വന്നതോടുകൂടി ഇനി ഒരു പുതുക്കിയ ബില്ലാണല്ലോ വരാൻ പോകുന്നത്. മന്ത്രിസഭ അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് ഇപ്പോൾ പുതിയ അമെൻമെൻറ്റ് JPC കൊണ്ടുവരുന്ന അമെൻമെൻറ്റിൽ കേൾക്കാമല്ലോ പുതിയ അമെൻമെൻറ്റ് ബില്ലിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു JPC-യുടെ അംഗങ്ങൾ കൊണ്ടുവന്ന ഈ അമെൻമെൻറ്റിൽ ഇതുണ്ട് എന്ന് പറയുന്നത്. അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബോറ അഖാഡ എന്ന വളരെ മൈന്യൂട്ടാണെങ്കിലും സമൂഹത്തിലെ ഒരു സെക്റ്റ്, അവരുടെ പരാതിന്മേലാണ് ഇത് എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ ഇവിടെ സ്റ്റാലിൻ ദേവൻ പറഞ്ഞതുപോലെ അജ്മീർ ദർഗയ്ക്ക് സ്വന്തമായി നിയമമുള്ളതുകൊണ്ട് വഖഫ് ആക്ടിലെ ഈ നിയമങ്ങൾ ബാധകമല്ല എന്ന് ഉണ്ടായിരുന്നു. അതേ സംരക്ഷണമാണ് ഇപ്പോൾ ഈ വിഭാഗങ്ങൾക്കും ഉദ്ദേശിക്കപ്പെട്ടുള്ളത്. അവർക്ക് സെപ്പറേറ്റായി സംരക്ഷണം എന്നതാണ്. അവിടെ വഖഫ് നിയമപ്രകാരം, നിലവിലുള്ള നിയമപ്രകാരം ഈ ട്രസ്റ്റോ അതുപോലുള്ള ഇന്ത്യൻ നമ്മുടെ നാട്ടിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും മതധർമ്മ സ്ഥാപനങ്ങൾ അതിൻ്റെ വഖഫ് സ്വത്തുക്കൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് നിലവിൽ തടസ്സമില്ല. അതുപ്രകാരം ചെയ്യാൻ കഴിയും. ഇവിടെ ഫറൂഖ് കോളേജ് വഖഫാണ് എന്നൊരു വാദം ഞങ്ങൾക്കാർക്കുമില്ല. ഫറൂഖ് കോളേജിന് സ്വത്ത് കൊടുത്താൽ അത് ട്രസ്റ്റിൻ്റേതാകും എന്ന വാദവും ശരിയല്ല. ഫറൂഖ് കോളേജിന് അന്ന് നിലവിലുണ്ടായ നിയമപ്രകാരം വഖഫ് സ്വത്ത് കൊടുക്കാൻ കഴിയുമെന്നതുകൊണ്ടാണ് വഖഫ് ചെയ്ത് സ്വത്ത് കൊടുത്തത്. അപ്പോൾ അതിനെ പുതിയൊരു നിയമം വഴി ഫറൂഖ് കോളേജിന് ബാധകമാണ് എന്നതുകൊണ്ട് വഖഫായി കൊടുത്ത സ്വത്തിന് ബാധകമാണ് എന്ന് പറയുന്നത് നിരക്കുന്നതല്ല. പിന്നെ ഇപ്പോൾ വിഷയം ട്രൈബ്യൂണലിൻ്റെ മുമ്പിലാണ്, ട്രൈബ്യൂണലാണ് പരിഗണിക്കേണ്ടത്. ഇവിടെ അറിയേണ്ടത് ഈ മുനമ്പം ഭൂമി പിടിച്ചെടുക്കാൻ പറ്റുമോ പറ്റില്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല പുതിയ വഖഫ് നിയമത്തെ എതിർക്കുന്നത്. അത് യാദൃച്ഛികമായി വന്നുപെട്ട ഒരു സംഭവം എന്ന നിലയിലാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന 25-26 ആർട്ടിക്കിളുകളുടെ സംരക്ഷണം മതപരമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അത് സംരക്ഷിക്കാനുമുള്ള അവകാശം അതെല്ലാം ഹനിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രതിപക്ഷവും മതേതരവാദികളും ഈ ബില്ലിനെ
എതിർക്കുന്നത്. അല്ല, ഇത് അപ്പോൾ ഈ മുനമ്പത്തെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. ഇപ്പോൾ മുനമ്പത്തെ ഭൂമി വഖഫാണ് എന്ന കാര്യത്തിൽ ഇടപെടുവാനൊന്നും ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സായാലും കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നത്? നിലവിലുള്ള ഒരു വഖഫ് ഭൂമിക്കും ബാധകമല്ലാതെ തന്നെ ഇത് പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അക്കാര്യത്തിൽ ഭയം ഉണ്ടാകുന്നത്? ഇപ്പോൾ നിലവിലെ വഖഫ് ഭൂമികൾ പിടിച്ചെടുക്കുന്നതായിരിക്കും വരാൻ പോകുന്ന വഖഫ് ഭേദഗതി ബിൽ അത് നിയമമായാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ മുനമ്പത്തെ ബാധിക്കുന്നില്ല എങ്കിൽ ഒരിടത്തെയും ബാധിക്കുകയില്ലല്ലോ, നിലവിലെ ഒരു തർക്കത്തെയും ബാധിക്കുകയില്ലല്ലോ. ഇല്ല, ഉണ്ട്. ഇതിൻ്റെ അകത്ത് മഞ്ജുഷിന് അവസാനം കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അവസാനം പറയുന്നത് കേൾക്കുന്നില്ല. അല്ല, ഇതിനകത്ത് ഈ ബില്ലിനെ അങ്ങനെ ഒരു ആശങ്കയോടെ കാണുന്നതിൻ്റെ കാരണം നിലവിലുള്ള വഖഫ് ഭൂമികൾക്ക് വഖഫ് ബൈ യൂസർ അങ്ങനെ ഒരു വഖഫുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ആദ്യകാലം മുതലേ വഖഫ് നിലനിൽക്കുന്നതാണ്. ഇസ്ലാം മതം കടന്നു വന്ന കാലം മുതലേ എല്ലാ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികൾക്കോ അതിൻ്റെ സ്വത്തുക്കൾക്കോ ആധാരങ്ങളുണ്ടാകണമെന്നില്ല. ആ ബൈ യൂസർ അത് വഖഫായി കണക്കാക്കി വഖഫായി ഉപയോഗിച്ചു വരുന്നത്, ആധാരങ്ങളൊന്നും ഇല്ലെങ്കിലും പള്ളിയായിട്ട് ശ്മശാനമായിട്ട് ഒക്കെ ഉപയോഗിച്ചു വരുന്ന അത് വഖഫായി കണക്കാക്കപ്പെടുന്നു നമ്മുടെ നിലവിലുള്ള നിയമപ്രകാരം. ഇനി അത് ബൈ യൂസർ എടുത്തു കളയുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പുതിയ ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന് വേണ്ടിയല്ല ഇതിനെ എതിർക്കുന്നത്. നിലവിലുള്ള നിയമം നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു മതവിഭാഗത്തിൻ്റെ, മുസ്ലിം മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ, ഡെഡിക്കേറ്റ് ചെയ്ത സ്വത്തുക്കൾ അത് സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് വഖഫ് നിയമം. അതിന് സമാനമായി ഇന്ത്യയിൽ ബാക്കി എത്രയോ സമുദായങ്ങൾ, മതങ്ങളുണ്ട്. അവർക്കൊക്കെ നിയമങ്ങളുണ്ട്. സിഖ് സമുദായത്തിന് അവരെ സംരക്ഷിക്കാൻ നിയമമുണ്ട്. ഹിന്ദു സമൂഹത്തിന് അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമമുണ്ട്. അതാണ് ദേവസ്വം നിയമങ്ങൾ. ഈ നിയമങ്ങളിലെല്ലാം ആ ഭൂമികൾക്ക് നൽകുന്ന പരിരക്ഷയിൽ കൂടുതലായി എന്തെങ്കിലും അനധികൃതമായി ഈ വഖഫ് സ്വത്തുക്കൾക്ക് ഈ വഖഫ് നിയമം നൽകുന്നില്ല. ആശങ്കയുള്ളത് കൊണ്ടാണല്ലോ അതിനെതിരെ പ്രതിഷേധവും വരുന്നത്. ഇപ്പോൾ സെക്ഷൻ 40 തന്നെ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അത് ഏത് ജനതയുടെ മേലും ഒരു അധിനിവേശത്തിന്റെ രൂപത്തിൽ കടന്നു കയറാൻ പറ്റുന്നതാണ് എന്നൊരു ആരോപണം, അല്ലെങ്കിൽ ആരോപണം എന്നല്ല, ആശങ്ക ഉള്ളത് കൊണ്ടാണല്ലോ ഇവിടെ ഒരു ഭേദഗതിക്ക് തയ്യാറായതും. അത് ശരിയുമാണല്ലോ. ഈ വഖഫ് ബൈ യൂസർ എന്ന് പറയുമ്പോൾ വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നൊക്കെ പറയുമ്പോൾ ഏത് ഭൂമിയും പിടിച്ചെടുക്കുവാനുള്ള ഒന്നാണ് ഈ നിയമം. അതുകൊണ്ടാണല്ലോ കിരാത നിയമം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നു എന്ന ആശങ്ക മറുവശത്തുമുണ്ട് ശ്രീ പി കെ ജലീൽ. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള പരാതികളും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ വരുന്നത്. അതെ, ആശങ്ക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രൊപ്പഗണ്ടയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ നിയമം പിടിക്കണം. നിയമം ഒരു ഇസ്ലാമിക രാജ്യത്ത് പോലും എനിക്കിഷ്ടപ്പെട്ട ഭൂമി ഒരു മതവിഭാഗത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാനുള്ള അധികാരം ലോകത്തില്ല. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാവും. ഇവിടെ ഉള്ളത് നിയമപരമായി, അതായത് രേഖകൾ, ഒരു പരാതി കണക്കാണല്ലോ, ഒരു പരാതി ഇങ്ങനെ ഒരു വഖഫ് അന്യാധീനപ്പെട്ടു എന്ന് കിട്ടിയാൽ അത് ബോർഡ് ഉദ്യോഗസ്ഥരും ബോർഡും പരിശോധിച്ച് അതിൻ്റെ രേഖകൾ നോക്കി, റവന്യൂ റെക്കോർഡുകൾ നോക്കി അത് വഖഫാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ ഒഴിപ്പിക്കാൻ വഖഫ് നിയമപ്രകാരം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം. ഇതേ നിയമമാണ് ദേവസ്വം നിയമം. ദേവസ്വത്തിൻ്റേതാണ് ഒരു ഭൂമി എന്ന് ബോധ്യപ്പെട്ടാൽ അത് ദേവസ്വം കമ്മീഷണർക്ക് ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാം. ആ സ്വീകരിക്കുന്ന നടപടിയെക്കുറിച്ച് പറയുന്നത് KLC, കേരള ലാൻഡ് കൺസർവേറ്ററി ആക്ട് ബാധകമാണ്. എന്ന് പറഞ്ഞാൽ സർക്കാർ ഭൂമി, പുറമ്പോക്ക് ഭൂമി പിടിച്ചെടുക്കുന്നത് പോലെ പിടിച്ചെടുക്കാൻ, ദേവസ്വം ഭൂമി പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പറയാറുള്ളത് ബോർഡ് തീരുമാനിച്ചു, പിന്നെ അപ്പീൽ വഖഫ് ട്രൈബ്യൂണലിനാണ്, ട്രൈബ്യൂണൽ തീരുമാനിച്ചാൽ അന്തിമമാണ്, പിന്നെ അപ്പീലേ ഇല്ല എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ട്രൈബ്യൂണൽ എന്നത് ഒരു സിവിൽ കോടതിയുടെ സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥാപനമാണ്, ഒരു മുസ്ലിം സ്ഥാപനമൊന്നുമല്ല, ഒരു ജുഡീഷ്യൽ ബോഡിയാണ്. ബോർഡ് തീരുമാനിച്ചാൽ അതിനെതിരായി അവിടെ പോകാം. എന്നാൽ ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി കളക്ടറെ ഏൽപ്പിച്ചാൽ ഈ KLC ആക്ട് ബാധകമായതുകൊണ്ട് അതിന് സിവിൽ കോടതിയിൽ അപ്പീലില്ല, അതിന് ഹൈക്കോടതിയിൽ റിട്ടേ പോകാൻ കഴിയൂ. അപ്പോൾ അത്രയ്ക്ക് ഏറെ സുരക്ഷിതത്വം ഇവിടെ ദേവസ്വം ഭൂമികൾക്ക് ലഭിക്കുമ്പോൾ അത്ര പോലും സുരക്ഷിതത്വം ലഭിക്കാത്ത നിയമമുള്ള വഖഫ് നിയമത്തെ കാടത്തമെന്ന് വിളിക്കാനാണ് പലരും താല്പര്യപ്പെടുന്നത്. അത് ശരിയല്ല
എന്നാണ് പറഞ്ഞത്. കിരാതം, കാടത്തം എന്നീ വാക്കുകൾ കൊണ്ടാണല്ലോ ഈ നിലവിലെ വഖഫ് നിയമത്തെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ ആരാണോ ഇതിനെ എതിർക്കുന്നത് ആ നിലപാട് തിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ LDFനും UDFനുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഞാൻ പറഞ്ഞത് ദീപികയിലെ മുഖപ്രസംഗത്തെക്കുറിച്ചാണ്. അത് കത്തോലിക്ക സഭയുടെ ഒരു നിലപാട് കൂടിയാണല്ലോ. കത്തോലിക്ക കോൺഗ്രസ് ഇതിന്റെ കൂടുതൽ സമരരൂപങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ PK ജലീൽ പറഞ്ഞത് അതിനോട് ഒരു തരത്തിലും യോജിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. അപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ മുനമ്പം വിഷയം പരിഹരിക്കുന്നതിനും ഈ നിലവിലെ നിയമം മാറ്റി എഴുതുന്ന ഈ വഖഫ് ഭേദഗതി ബില്ലിന് കഴിയുമെന്ന്? തീർച്ചയായും നിലവിൽ ഈ നിയമം മാറ്റി എഴുതുന്നില്ലെന്ന് വിചാരിച്ചു മുൻപം പ്രശ്നം ഒരു കാലത്തും പരിഹരിക്കപ്പെടുകയില്ല എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോ മുൻപം പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിയമം മാറ്റി എഴുതുക മാത്രമേ മാർഗമുള്ളൂ. കാരണം ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്? ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾ. ഒരു ജുഡീഷ്യൽ സ്ഥാപനമാണ് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ അതിലിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സ് അല്ല, അവർക്ക് ജുഡീഷ്യൽ ഓഫീസറുടെ പദവികൾ നൽകിയിട്ടുള്ളതേ ഉള്ളൂ. അത് ശരിക്കും മത നിയമപ്രകാരം അല്ലെ മത പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ അകത്ത് അന്തിമമായി വിധി പ്രഖ്യാപിക്കുന്നത്. അത് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് വഖഫിന് വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണലാണ്, അല്ലാതെ അതൊരു സിവിൽ ജനങ്ങളുടെ അല്ലെ മറ്റ് ജനങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ല ഈ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഇവിടെ ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് വാദി തന്നെ വിധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ബോർഡ് ഒരു സംഗതി കണ്ടുപിടിക്കുന്നു, സെക്ഷൻ 40 അനുസരിച്ച് ഇത് വഖഫിന് അവകാശപ്പെട്ടതാണെന്ന് വിശ്വസിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അത് വഖഫിന് അവകാശപ്പെട്ടാണെന്ന് അവകാശപ്പെടുന്നു. അതനുസരിച്ച് ആ ഭൂമിയിലുള്ള അവകാശം ഉന്നയിക്കുന്നു. തർക്കമായിട്ട് ചെല്ലുന്ന ട്രൈബ്യൂണലാണ്. ട്രൈബ്യൂണൽ പറയുന്നതിനപ്പുറത്ത് പിന്നെ അതിൻ്റെ അകത്ത് കാര്യങ്ങളില്ല. അപ്പൊ ഇവിടെ ശരിക്കും സിവിൽ കോടതികൾക്ക് ഉള്ളിൽ വരാത്ത ഒരു നിയമം ഇന്ത്യൻ നിയമത്തിനകത്ത് വരുന്നതല്ല. ഇന്ത്യൻ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പൗരനും അവന്റെ മൗലിക അവകാശമാണ് അവന്റെ സ്വത്തും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടി അവന് കോടതിയെ സമീപിക്കുക എന്നത്. ഇവിടെ അങ്ങനെ കോടതിയെ സമീപിക്കാനുള്ള അവസരം അവന് നിഷേധിക്കപ്പെടുകയാണ്. ഏറ്റവും അവസാനം സുപ്രീം കോടതി ചെന്നിട്ടൊന്നും സാധാരണ പൗരന് അതിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയുകയില്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഏക പോംവഴി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ നിയമ ഭേദഗതി മാത്രമാണ് എന്നുള്ളത് നിസ്തർക്കമാണ്. നിയമ ഭേദഗതിയെ എതിർക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. ഇവിടെ ഈ വഖഫിന് മാത്രമുള്ളല്ലോ ഈ പ്രശ്നം. മറ്റ് സമുദായങ്ങളുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. മറ്റ് സമുദായങ്ങൾ ആരും ഇത്തരത്തിലുള്ള ഒരു നിയമം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നില്ലല്ലോ. ഒഴികെ നിലവിൽ അല്ല, കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നോക്കുക. നിലവിൽ കേരളത്തിലെ LDFും UDFും അത് നിയമസഭയിൽ പ്രതിഫലിച്ചതുമാണല്ലോ വഖഫ് ഭേദഗതി ബില്ലിനെതിരാണ്. അതുകൊണ്ടാണല്ലോ യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കിയതും. അപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഇത് തള്ളിക്കളയുകയാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം വരും, കത്തോലിക്ക സഭയും കത്തോലിക്ക കോൺഗ്രസും BJP പക്ഷത്താണോ എന്ന്. കാരണം കേരളത്തിൽ പാർട്ടികളെ നോക്കുകയാണെങ്കിൽ BJP മാത്രമാണല്ലോ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്നത്. അതായത് നിലവിലെ വഖഫ് നിയമം കിരാതമാണ് എന്നുള്ള നിലപാടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്നുള്ള ചോദ്യവും അവിടെ ഉയരും. അതിൽ നിങ്ങൾക്ക് ആശങ്കയില്ലേ? കത്തോലിക്ക കോൺഗ്രസ് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല. കേരളത്തിലെ കത്തോലിക്ക സമുദായത്തിന്റെ അവകാശങ്ങളും അവരുടെ ജനാധിപത്യപരമായും മറ്റു തരത്തിലുള്ള അവരുടെ നിലനിൽപ്പിന് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണത്. അല്ലാതെ ഇടതുപക്ഷത്തിന് വേണ്ടി നിലപാടെടുക്കാനോ വലതുപക്ഷത്തിന് വേണ്ടി നിലപാടെടുക്കാനോ അല്ലെ BJPക്ക് വേണ്ടി നിലപാടെടുക്കാനോ അല്ല കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നിലപാടെടുക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിനെതിരായാലും വലതുപക്ഷത്തിനെതിരായാലും ഞങ്ങളത് പരിഗണിക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ വളരെ അടിവരയിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് BJPക്ക് അനുകൂലമാകുന്നതിന് വേണ്ടി എടുക്കുന്ന നിലപാടല്ലത്. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും പക്ഷെ അത് അല്ല, ഈ നിയമ ഭേദഗതി ഇല്ലാതെ തന്നെ ഞങ്ങൾ പരിഹരിച്ചു തരാമെന്ന് LDFും UDFും പറയുന്നുണ്ടല്ലോ. UDF പറയുന്നു 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന്. LDF പറയുന്നത് എന്താണ്? ഇപ്പോൾ സർക്കാർ തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു. അത് സിംഗിൾ ജഡ്ജി അത് തള്ളിക്കളഞ്ഞു എങ്കിൽ പോലും ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോവുകയാണ്. അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണോ ഇപ്പോൾ? തീർച്ചയായും ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം തന്നെ അടുത്ത ഇലക്ഷൻ വരെ ഇത് നീട്ടിക്കൊണ്ട് പോകാനായിരുന്നു. കോടതി ഏതായാലും ഒരു തട്ടി വെച്ചു കൊടുത്തു. അതുകൊണ്ട് ആ കമ്മീഷനെ നിയമനം അങ്ങ് നിന്നുപോയി. അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരെ ഇത് തട്ടിക്കൊണ്ട് പോകുമായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് തീരുമെങ്കിൽ പിന്നെ ഇപ്പൊ എത്ര 10 മിനിറ്റുകൾ കടന്നുപോയി? എന്തുകൊണ്ട് അവർക്ക് അതിനെ മനസ്സാകുന്നില്ല? നിയമസഭാ സമ്മേളനത്തിൽ തീർക്കാമായിരുന്നല്ലോ. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് തീരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം അത് VD സതീശൻ എടുത്താലും അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്താലും അത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ കത്തോലിക്ക സമുദായത്തെ അത് സ്വാധീനിക്കാൻ പോകുന്നില്ല. അത് 100%, 1% പോലും ശങ്കയില്ലാതെ അവരുടെ ഈ പൊള്ളയായ വാഗ്ദാനത്തെ ഞങ്ങൾ തള്ളിക്കളയുക. ഇത്തരത്തിലുള്ള വഞ്ചനാപരമായ സമീപനം ഒരു കാരണവശാലും. ശരി, ശ്രീ റോണിക്ക് ബേബി, അതിനുള്ള മറുപടി. കോൺഗ്രസിന്റെ നിലപാടിനെയും കത്തോലിക്ക കോൺഗ്രസും കത്തോലിക്ക സഭയും ഒന്നും അംഗീകരിച്ചിട്ടില്ല. ഇവിടെ ഒറ്റ മാർഗമേ ഉള്ളൂ എന്ന് അവർ പറയുകയാണ്, വഖഫ് നിയമ ഭേദഗതി. ഈ വഖഫ് വിഷയം കേരളത്തിൽ ചർച്ചയായ അന്നു മുതൽ
അതൊരു മുഖ്യധാരയിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒന്ന് ഇടപെടുകയാണ്. പേര് എഴുതി കാണിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ റോണി കെ ബേബിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. പി കെ ജലീൽ വഖഫ് സംരക്ഷണ സമിതിയുടെയും. ശരി, റോണി കെ ബേബി തുടർന്നോളൂ. അപ്പോൾ ഈ വഖഫ് വിഷയം കേരളത്തിലൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി അന്നു മുതൽ ഞങ്ങൾ എടുത്ത നിലപാട്, ആ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്, ഒരു മാറ്റവുമില്ല. സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാം. അത് തന്നെയാണ് അന്നത്തെ ഞങ്ങളുടെ നിലപാട്, ഇന്നത്തെ ഞങ്ങളുടെ നിലപാട്. ഇതിന്റെ അകത്ത് ഈ വിഷയം ഇത്രയും സങ്കീർണമായി വലിച്ചു നീട്ടിയതില് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്, നടപടികൾ ദുരൂഹത ഉണർത്തുന്നതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയിലൂടെ തന്നെ ഇവിടെ വ്യക്തമായിരിക്കുന്നത്. ഇവിടെ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട്, ആ ആക്ട് അറിയാവുന്ന എല്ലാവർക്കും അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാഠം എന്താ? ഒരു സിവിൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു ക്വാസി ജുഡീഷ്യൽ എന്താ പറയുന്നത്, ഒരു അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള ഒരു ബോഡിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസ്, അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട്. നിങ്ങൾക്കൊരു ബദൽ നിർദ്ദേശം നൽകാനില്ല ശ്രീ റോണി കെ ബേബി. യു.ഡി.എഫിന് എന്ത് ബദൽ നിർദ്ദേശമാണ്? 10 മിനിറ്റ് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പറയുന്ന 10 മിനിറ്റ് ഏത് വഖഫ് ആക്ടിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണ്? കൃത്യമായി പറയാം. ഏത് സെക്ഷൻ? 2019 ഈ പറയുന്ന വഖഫ് ബോർഡ് ഈ മുനമ്പം പ്രോപ്പർട്ടി അവരുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയത്. 2021 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ശക്തമായ നിലപാടെടുത്ത് അവരുടെ മുഴുവൻ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുകയും നികുതി അടയ്ക്കുവാനുള്ള എല്ലാ അനുമതിയും കൊടുത്തു. 2022 ഈ കേസ് ഡിവിഷൻ ബെഞ്ചിൽ പോയി. അവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വളരെ ബോധപൂർവം അതിനെ തൊളിച്ചു കളിച്ചു. ഡിവിഷൻ ബെഞ്ച് അതിന് ഉത്തരവ് കൊടുത്തു. അപ്പോൾ എനിക്കിവിടെ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ. ഇവിടെ 1995 വഖഫ് നിയമം എന്ന് പറയുന്നു, 2014 വഖഫ് നിയമം എന്ന് പറയുന്നു. ആ രണ്ട് നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് 2021 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ മുനമ്പം നിവാസികളുടെ മുഴുവൻ പൗരാവകാശങ്ങളും റീഇൻസ്റ്റേറ്റ് ചെയ്തത്, പുനഃസ്ഥാപിച്ചത്. അപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. അവർ ഈ പറയുന്ന കമ്മീഷൻ എന്ന് വെച്ച് വലിച്ചു നീട്ടി ഇതിനകത്ത് BJP-യുമായിട്ടുള്ള അന്തർധാരയ്ക്കുള്ള ഒരു അവസരമൊന്നും ഇവിടെ CPM ഒരുക്കേണ്ടതില്ല. അവർ ചെയ്യേണ്ടത് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന, ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്ന കേസ് സത്യസന്ധമായി ബാധിച്ച് ആ സിംഗിൾ ബെഞ്ചിൽ എന്താണോ ഇവര് ശക്തമായ നിലപാട് സ്വീകരിച്ചത്, ആ നിലപാട് ഡിവിഷൻ ബെഞ്ചിനെ ബോധ്യപ്പെടുത്തി ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്താൽ ആ മുനമ്പം ഈ കോടതികളിലൊക്കെ പോകുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് നിലവിലെ വഖഫ് നിയമമാണ്. ഏത് കോടതിക്കും നിലവിലെ നിയമം അനുസരിച്ച് തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. വഖഫ് നിയമം നിലനിൽക്കുന്ന സമയത്ത് അതിനെ മറികടന്നൊരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. അതിൽ ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഒരു ജനത വിശ്വസിക്കുകയാണ്, അവരെ പിന്തുണയ്ക്കുന്നവർ വിശ്വസിക്കുകയാണ്. BJP അതിൽ നിന്ന് മാറ്റി നിർത്താം. നമുക്ക് കത്തോലിക്ക കോൺഗ്രസും കത്തോലിക്ക സഭയും ഒക്കെ ആ ജനതയ്ക്ക് വേണ്ടി നിൽക്കുകയാണല്ലോ, നിങ്ങളെപ്പോലെ തന്നെ. അവർ വിശ്വസിക്കുകയാണ് ഈ ഭേദഗതി കൊണ്ട് കാര്യമുണ്ട് എന്ന്. അവരൊരിക്കലും BJP പക്ഷത്താണെന്ന് പറയുവാൻ കഴിയുകയില്ലല്ലോ ശ്രീ റോണി കെ ബേബി. മഞ്ജുഷേ, ഞാനിവിടെ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ 1995 വഖഫ് നിയമവും 2014 അതിന്റെ അമെന്റ്മെന്റ് നിലനിൽക്കുമ്പോഴാണ് 2013 അമെന്റ്മെന്റ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് 2021 ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ അവകാശം മുഴുവൻ പുനഃസ്ഥാപിച്ചത്. ഈ വിഷയം മുഴുവൻ വഷളാക്കിയത് ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വന്ന നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ്. യാതൊരു വിധത്തിലുള്ള പഠനങ്ങളും ഇല്ലാതെ ഈ മുനമ്പം നിവാസികൾക്ക് ഒരു നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ അവരുടെ പരാതികളോ ആക്ഷേപങ്ങളോ പോലും കേൾക്കാതെ ഏകപക്ഷീയമായി ഈ 404 ഏക്കർ വരുന്ന ഈ പ്രോപ്പർട്ടി ഏകപക്ഷീയമായി വഖഫ് ഭൂമിയായി അതിന് പ്രഖ്യാപനം നടത്തുവാൻ ആധാരമായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയത് ഈ നിസാർ കമ്മിറ്റിയാണ്. അവിടെ തൊട്ട് പരിശോധിക്കണം എന്താണ് നിസാർ കമ്മിറ്റിയുടെ ഇതിന്റെ അകത്തുള്ള സ്ഥാപിത താല്പര്യം, എന്താണ് അവരുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. പക്ഷെ അവിടെ വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല, അങ്ങനെ ശുപാർശ പോലും പോകുമായിരുന്നില്ല. അല്ല അത് ഈ അല്ലെ അവിടെ ഞാൻ ചോദിച്ചു, നമ്മൾ എല്ലാം ഈ സെക്ഷൻ 40 ഇന്ത്യ മഹാരാജ്യത്തെ ഇവിടെ ഈ പറയുന്ന പലരും പ്രചരിച്ചതുപോലെ എന്തൊക്കെയാ പ്രചരിപ്പിച്ചത്? കേരളം മുഴുവൻ വഖഫ് ഭൂമിയാണ്, ഇന്ത്യ മുഴുവൻ. ഇവിടെ കോൺഗ്രസ് നിലപാട് വളരെ കൃത്യമായി പറയാം. ഏതൊരു നിയമമാണെങ്കിലും അത് കാലാനുസൃതമായി ടൈം ബൗണ്ടായി ആവശ്യമെങ്കിൽ അതിന് അമെന്റ്മെന്റ് കൊണ്ടുവരണം. ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. പക്ഷെ ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ നുണക്കഥകൾ. ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ ഈ കോൺഗ്രസിനെതിരെ വലിയ കടമാക്രമണം നടത്തിക്കൊണ്ട് ഇവിടെ മുഴുവൻ വ്യാജപ്രചരണം നടത്തിയത് കാസയായിരുന്നല്ലോ. ആ കാസ ഇപ്പോൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അവര് BJP-യുടെ സഖ്യകക്ഷി ആവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് ഇതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബന്ധവുമില്ലാത്ത പച്ച നുണകൾ, നുണക്കഥകൾ പ്രചരിപ്പിച്ച് ഇവിടെ വർഗീയ ചേരിതിരിവുണ്ടാക്കി ഇവിടെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയെന്ന ഒറ്റ. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാടും ഈ മുനമ്പം ജനതയ്ക്കൊന്നും നീതി കിട്ടാൻ പോകുന്നില്ല ഈ വഖഫ് ഭേദഗതി ബിൽ നിയമമായാലും എന്നാണോ? ഇല്ല, ഞങ്ങൾ വളരെ കൃത്യമായി സംസ്ഥാന സർക്കാരിന് ഒരു 10 മിനിറ്റ് മാത്രം മതി. ഞങ്ങളോട് ചോദിക്കും എന്താണ് പിണറായി വിജയൻ സർക്കാരിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ്.
എന്തിനാണ് ഈ വിഷയം വലിച്ചു നെറ്റിക്കൊണ്ടുപോകുന്നത്? അല്ല, നിലവിലെ വഖഫ് നിയമത്തിന്റെ ഏത് സെക്ഷൻ അനുസരിച്ച് സർക്കാർ തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് ഇവിടെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. 10 മിനിറ്റിനകത്ത് ഏത് സെക്ഷൻ പ്രകാരം പരിഹാരം കാണാം അത് പറയും. കാരണം ഇത് വഖഫ് നിയമവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. പിന്നെ എന്ത് ബന്ധമാണുള്ളത്? ഞാൻ പറയാം എത്രയോ തവണ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉൾപ്പെടെ ഈ പറവൂർ മുനിസിപ്പൽ കോടതി ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞു ഇത് വഖഫ് ഭൂമിയല്ല. ഇവിടെ എത്രയോ ജഡ്ജ്മെന്റുകൾ നിൽക്കുന്നു. എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യമുള്ളത്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് പറയാനുള്ള ഒരു അധികാരവും ഇല്ല. നിങ്ങൾ പറയുന്നത് ഹൈക്കോടതി വിചാരിച്ച് നടക്കുന്നു. അല്ല, അങ്ങനെ അധികാരമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് 1990 മുമ്പ് പല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഇത് അവർക്ക് ഗിഫ്റ്റ് ഡീഡ് ആയിട്ട് കിട്ടിയതാണെന്നും ഈ ഫറൂഖ് കോളേജിന് അത് ഈ നിങ്ങൾ ഏത് ജഡ്ജ്മെന്റാണ് വായിച്ചത്? കാരണം പറവൂർ മുനിസിപ്പൽ കോടതിയുടെ വിധിക്കെതിരെ ഈ മുൻപ് ഈ പറയുന്ന അവർ കൊടുത്ത അപ്പീൽ, ആ അപ്പീലിലുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൃത്യമായി തന്നെ പറവൂർ കോടതിയുടെ ജഡ്ജ്മെന്റ് ശരിവെച്ചിട്ടുണ്ട്. ഞാൻ അത് വായിച്ചു കാണിച്ചു തരാം. അല്ല അത് പ്രകാരമാണല്ലോ ഫറൂഖ് കോളേജ് ഈ പ്രോപ്പർട്ടി മുഴുവൻ വിറ്റത്. എങ്ങനെയാ ഫറൂഖ് കോളേജ് 1989 ശേഷം ഈ ലാൻഡ് മുഴുവൻ ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചു നോക്കിയാൽ പോലും പലയിടങ്ങളിലും പ്രതിപാദിക്കുന്നത് ഏതാണ്ട് 6 or 7 സ്ഥലങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് നിലവിലെ വഖഫ് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. അത് വഖഫ് ബോർഡിനും അതിന്റെ മുകളിൽ ട്രൈബ്യൂണലിനും മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന്. ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുകയില്ല നിലവിലെ നിയമം അനുസരിച്ച്. അവിടെയാണ് ഭേദഗതി വരുന്നത്. ശ്രീ ഷോൺ ജോർജ്, 2 അഭിപ്രായങ്ങൾ ഇപ്പോഴും വരികയാണ്. നിങ്ങൾ വെറുതെ കണ്ണിൽ പൊടിയിടുകയാണ്. ഈ വഖഫ് നിയമ ഭേദഗതി വന്നതുകൊണ്ടൊന്നും മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് കേരളത്തിൽ LDF-ഉം UDF-ഉം അതുപോലെ തന്നെ വഖഫ് സംരക്ഷണ സമിതിയും. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം കമ്മീഷനെ വെക്കുക, CN രാമേന്ദ്രൻ കമ്മീഷനെ വെക്കാനുള്ള തീരുമാനത്തിനെതിരെ ഏറ്റ തിരിച്ചടിയായി ഞങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ അതിനെ വിലയിരുത്തി. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ആ കേസ് മുനമ്പം ജനത കൊടുത്ത കേസായിരുന്നില്ല. ഇവിടെ പങ്കെടുക്കുന്ന വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസായിരുന്നു. അവരുടെ കേസ് എന്തായിരുന്നു എന്നുകൂടെ നമ്മൾ പഠിക്കുമ്പോഴാണ് എന്താണ് ഇതിൻ്റെ ഗൗരവമെന്ന് മനസ്സിലാകുന്നത്. അവർ കൊടുത്ത കേസ് ഈ കമ്മീഷൻ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം, ഈ കമ്മീഷൻ അധികാരമില്ല, ആ കമ്മീഷൻ അധികാരമുണ്ടെങ്കിൽ തന്നെയും ആ കമ്മീഷന് ഒരു സെൻട്രൽ ആക്ടിനെ ഓവർകം ചെയ്യാൻ കഴിയില്ല. ആ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ്, അതിന്മേൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വഖഫ് ട്രിബ്യൂണലിനാണ് എന്നാണ് കേരള ഹൈക്കോടതി വിധിച്ചത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അതിനെ ഒരു നല്ല ശതമാനം ആളുകളെങ്കിലും അത് മുനമ്പം ജനത കൊടുത്ത കേസാണെന്ന് എപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. അതല്ല എന്ന് എല്ലാവരും ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല എന്നാണ് അക്ഷരാർത്ഥത്തിൽ ആ കോടതി വിധിയിലൂടെ ബോധ്യപ്പെട്ടത്. അതുമാത്രമല്ല, ഇവിടെ 10 മിനിറ്റ് കൊണ്ട് ഇവർ ഈ പാവപ്പെട്ടവരുടെ പ്രശ്നം തീർക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവിടെ പോയി പല പ്രാവശ്യം പ്രസംഗിച്ചു. ഇവർക്ക് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ചർച്ചയിൽ ഈ കമ്മീഷനെ വെക്കുന്ന തീരുമാനമെടുത്തത്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞ കാര്യം പറയുന്നു, അവിടെ ഒരു നിയമ ഭേദഗതിയിലൂടെ അല്ലാതെ ഒരിക്കലും മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടില്ല എന്നുള്ള കാര്യം സുവ്യക്തമാണ്. മാത്രമല്ല ഇതിനകത്തുള്ള രാഷ്ട്രീയം, ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അത് ആ രാഷ്ട്രീയത്തെക്കുറിച്ച് എടുത്തു പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഇവിടെ ഇന്നലെ മിനിങ്ങാന്നുമായി കർണാടകയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കർണാടക നമ്മുടെ സമീപ പ്രദേശത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. കോൺഗ്രസ് ഈ അടുത്ത പ്രദേശത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് ഇന്നലെ എടുത്ത തീരുമാനം, ഇവിടെ ഇന്ത്യ മുന്നണിയാണ് ഇവിടെ ഈ പ്രമേയം പാസാക്കിയെങ്കിൽ അവിടെ കോൺഗ്രസ് സർക്കാർ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രമേയം പാസാക്കിയത് ഈ കോൺഗ്രസ് സർക്കാരാണ്. ഇന്നലെയാണ് ആ സംഭവം ഉണ്ടായത്. അത് മാത്രമല്ല, അവിടെ ഏറെക്കുറെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ ആസ്തിയുണ്ട് കർണാടക വഖഫ് ബോർഡിന്. അങ്ങനെ കർണാടക വഖഫ് ബോർഡിന് 1 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള പ്രദേശത്താണ് ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച 150 കോടി രൂപ കർണാടക വഖഫ് ബോർഡിന് ഗ്രാൻഡായിട്ട് നൽകുന്നു. അതിനുശേഷം അവിടെ കോൺട്രാക്ടർമാർക്ക്, ഗവൺമെന്റ് കോൺട്രാക്ടർക്ക് 4% സംവരണം നൽകുന്നു. കോൺഗ്രസ് ഈ രാജ്യം നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഇല്ലാത്ത വർഗീയത ഉണ്ടാക്കി വർഗീയ പ്രീണനം നടത്തി ഒരുപക്ഷെ ഇന്ത്യയിലുള്ള ഇസ്ലാം സഹോദരങ്ങൾ പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ
ഇവിടുത്തെ വർഗീയ സംഘടനകളെ വളർത്തുവാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഈ ശ്രമം, കോൺഗ്രസ് നടത്തുന്ന ഈ പ്രീണനം ഈ രാജ്യത്തെ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ എടുക്കേണ്ടതെന്നു. ഇവിടെ നിസാർ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു. നിസാർ കമ്മിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് വന്നതാണ്. ആ നിസാർ കമ്മിറ്റി റിപ്പോർട്ടിനെ തള്ളാനും കൊള്ളാനും കഴിയുമായിരുന്നു. അതിനുശേഷം 2011 ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിച്ചു 5 വർഷക്കാലം. ആ നിസാർ കമ്മിറ്റിയിന്മേൽ VS അച്യുതാനന്ദൻ ഗവൺമെന്റ് എടുത്ത ഏതു തീരുമാനത്തെയും മാറ്റാനും അത് തിരുത്തുവാനുമുള്ള അവകാശം ഉണ്ടായിരുന്നൊരു കാലത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടിയില്ല. ഇവിടെ അത് കഴിഞ്ഞ് പറഞ്ഞ് കാസ സൂക്ഷിപ്പിച്ചു. ഈ കാസ രാഷ്ട്രീയ പാർട്ടിയാകുന്ന ആരാ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ അതിന്റെ എല്ലാ ഭാരവാഹികളെയും എനിക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ്. ഞാൻ ചോദിച്ചു, ഇത്തരത്തിലുള്ള വാർത്ത വന്നപ്പോൾ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാവും? ഒരിക്കലും. അവര് വളരെ ആണയിട്ടുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയപരമായി നിൽക്കുന്ന ഒരു സംഘടനയല്ല, ഇത് ഒരു സമുദായ സംഘടനയാണ്, ആ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന സംഘടന എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും രാഷ്ട്രീയ പാർട്ടി ആകില്ല. അപ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണ്? കാസ ഇവിടെ ഉന്നയിക്കുന്ന സമുദായത്തിന്റെ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോ AKCC ഉൾപ്പെടെ ഇവിടെ ഉന്നയിക്കുന്ന സമുദായ വിഷയങ്ങൾ, സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ആരും സംസാരിച്ചാലും ഇവിടെ ഇതര സമുദായങ്ങൾക്കൊക്കെ അവരവരുടെ സമുദായങ്ങളെ കുറിച്ച് പറയാം. പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല, മറ്റാരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഏതെങ്കിലും AKCC ഉൾപ്പെടെ കാസ ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ തങ്ങളുടെ സമുദായത്തെ കുറിച്ച് പറഞ്ഞാൽ അത് ഉടനെ വലിയ പ്രശ്നമാണ് കോൺഗ്രസിന്. അതെന്താ കോൺഗ്രസിന് എന്താണ് ഇത്ര അസ്വസ്ഥത? എല്ലാവർക്കും, അത് SNDP ആണെങ്കിലും NSSനാണെങ്കിലും മുസ്ലിം സമുദായത്തിനാണെങ്കിലും ക്രൈസ്തവ സമുദായത്തിനാണെങ്കിലും ഒക്കെ അവരവരുടെ സമുദായത്തെ കുറിച്ച് പറയാൻ അവകാശമുണ്ട്. ആ അവകാശം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ മുനമ്പത്തെ കുറിച്ച് മിണ്ടാൻ പാടില്ല. ഇവിടെ ദീപിക ഇന്നലെ ലേഖനം എഴുതി, കോൺഗ്രസ് വലിയ അസ്വസ്ഥതയായിരുന്നു. ദീപിക ലേഖനത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു മത നിയമം വേണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. ആ മതത്തെ അല്ല അപമാനിച്ചത്, ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തുള്ള സിവിൽ നിയമങ്ങളെയും ഭരണഘടനാ പ്രകാരം അനുശാസിക്കുന്ന വ്യക്തി അവകാശങ്ങളെയും കനിക്കുന്ന നിയമങ്ങളെ അവര് കൃത്യമായി ദീപിക ഇന്ന് ചൂണ്ടിക്കാണിച്ചു. അത് എന്തുകൊണ്ടാണ് ശ്രീ റോണിക്ക് ഇത് കോൺഗ്രസിന് മനസ്സിലാകാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? ഇത് കത്തോലിക്ക സഭയുടെ ഒരു നിലപാട് കൂടിയാണല്ലോ. അതോ കത്തോലിക്ക സഭയിൽ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ വന്നിരിക്കുന്നുവെന്നാണോ? BJP സ്വാധീനവും അതുപോലെ തന്നെ ഈ തെറ്റിദ്ധാരണകളും ഒക്കെ വന്നതുകൊണ്ട് എന്ന രീതിയിലാണോ കോൺഗ്രസ്? ഞാൻ ഒന്നുകൂടെ സൂചിപ്പിച്ചോളാം, ഈ ഏതെങ്കിലും തരത്തിൽ സത്യം പറയുമ്പോൾ അതെങ്ങനെ BJPക്ക് അനുകൂലമാകുന്നു? എന്തുകൊണ്ടാണ് അത് കോൺഗ്രസിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ സഭയുടെ ഈ നിലപാട്? ഒരിക്കലും ഇല്ല. കാരണം ബഹുമാനപ്പെട്ട കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഫോറമായിട്ടുള്ള AKCC ആണ് ഞങ്ങൾ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഫോറമായിട്ട് അംഗീകരിക്കുന്നത്, അല്ലാതെ കാസയല്ല. ഇവിടെ ഷോൺ പറഞ്ഞു കാസ രാഷ്ട്രീയ നിലപാടില്ലാത്ത സംഘടനയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് എന്തിനാണ് കാസ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പരസ്യമായി വീട് കയറി വോട്ടുകൾ ചോദിച്ചത്? അവരുടെ പാമ്പലറ്റുമായി, അവരുടെ ഈ പറയുന്ന പ്രകടന പത്രികയുമായി, നോട്ടീസുമായി പരസ്യമായിട്ടാണ് അവിടെ BJPക്ക് വേണ്ടി കാസ വോട്ട് ചോദിച്ചത്. അവർ പരസ്യമായി പറഞ്ഞു പാലക്കാട്ട് ഞങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിച്ചിരിക്കും, അല്ലാതെ അവർ LDFനെ തോൽപ്പിക്കും എന്നല്ല പറഞ്ഞത്. അവര് ഇവിടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ തോൽപ്പിക്കും എന്നല്ല പറഞ്ഞത്, കോൺഗ്രസിനെ തോൽപ്പിക്കും. അപ്പോൾ വളരെ വ്യക്തമാണ്, ഇവിടെ BJP പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതവും കാസ പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതവും ഒന്നാണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് BJP ന്യായീകരിക്കുന്നത് ഞാൻ വളരെ ബഹുമാനത്തോടെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അങ്ങ് കാസിയെ ന്യായീകരിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സ്വാഭാവികമായും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശീയ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ ഒരു സംഘടന തന്നെയാണ് കാസ എന്നുള്ള കാര്യം സംശയമില്ല. കാസ അതാത് സമയങ്ങളിൽ അവരുടെ രാഷ്ട്രീയ നിലപാട്, ഞാൻ എന്താണ് പറഞ്ഞത്, കാസ ഒരു രാഷ്ട്രീയ പാർട്ടി ആവില്ല, കാസയ്ക്ക് രാഷ്ട്രീയപരമായി നിൽക്കാൻ കഴിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിഷ്പക്ഷമായിട്ട് റോഡി നിഷ്പക്ഷമായി പറയണം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ ഒരു ക്രൈസ്തവ സമുദായത്തെ പ്രതികരിക്കുന്ന ഒരു പറ്റം ജനത കഴിഞ്ഞ 150 വർഷമായി ദിവസമായി സമരരംഗത്തിരിക്കുന്നു. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഏത് വിധേനയും വോട്ട് മേടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ ഒരു മതവിഭാഗത്തെ മാത്രം പ്രേരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ സമുദായത്തെ സ്നേഹിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ കാസ BJPയെ പിന്തുണച്ചാൽ, എന്തിന് AKCC BJPയെ പിന്തുണച്ചാൽ, എന്തിന് സഭ തന്നെ BJPയെ പിന്തുണച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചനാപരമായ നിലപാടിനെതിരെ അതിന് കോൺഗ്രസിനെ എതിർത്ത് നിൽക്കുന്ന BJP അവർ പിന്തുണച്ചാൽ, അവർ രാഷ്ട്രീയ പാർട്ടി ആവില്ല ഞാൻ പറഞ്ഞുള്ളൂ, അവർ BJPയെ പിന്തുണച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞോ? BJPയെ പിന്തുണച്ചാൽ അത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഇന്ന് സമുദായത്തിന് മെച്ചമുണ്ടാകുന്ന എവിടുന്നാണ് എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ ഇന്ന് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മെച്ചമായി നിൽക്കുന്നത് BJP ആണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ BJPക്ക് പിന്തുണ, അത് വേണ്ടെന്ന് പറയണോ BJP?
ശരി, ഈ AKCC എന്ന് പറയുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ കാര്യമാണല്ലോ അല്ലെ? കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ റോണിക്കുള്ള മറുപടി അവിടെ നിന്ന് തന്നെ ഉണ്ടാകും. ശ്രീ ജോസ് കുട്ടി ഒഴികയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടിനെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് റോണി ഇവിടെ പറയുകയുണ്ടായി. നിലപാട് താങ്കൾ തന്നെ വ്യക്തമാക്കിയതുമാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്. മുനമ്പം ഭൂമി വക്കഭൂമി അല്ല എന്ന ഒരു നിലപാട് കോൺഗ്രസ് ഇതുവരെയും കൃത്യമായി എടുത്തിട്ടില്ല. വക്കഭൂമി അല്ല എന്നൊരു നിലപാട് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള ആൾക്കാരോ എടുത്തെങ്കിൽ മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള സത്യസന്ധമായ നിലപാട് അവിടെ എടുക്കുന്നു എന്ന് പറയുള്ളൂ. 1975 ഹൈക്കോടതി വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഫറൂഖ് കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണെന്ന്. അങ്ങനെ ഫറൂഖ് കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലം 1 ലക്ഷം രൂപ വില വെച്ച് വിറ്റ ഒരു സ്ഥലം അത് വഖഫാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ 95 40 സെക്ഷൻ വെച്ചിട്ട് അത് ട്രൈബ്യൂണലിന് അതിന്മേൽ അനുകൂലമായ നിലപാടുകൾ എടുക്കാം, അല്ലെങ്കിൽ ബോർഡിന് അതിന്റെ അവകാശവാദം ഉന്നയിക്കാം. ഈ ഒരു വസ്തുത നിലനിൽക്കുന്നിടത്തോളം കാലം നിയമ ഭേദഗതി അല്ലാതെ മറ്റ് യാതൊരു സംഭവം കൊണ്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധ്യമല്ല. ഒരു കോടതിക്കും ഈ മുനമ്പത്തെ ജനതയ്ക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കാൻ പറ്റാത്ത രീതിയിലാണ് വഖഫ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ആ നിയമങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി തയ്യാറാകണം, ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കാൻ തയ്യാറാകണം. കാരണം ഇത് ഇന്ത്യയിൽ എമ്പാടും ഉണ്ടല്ലോ. നമുക്കറിയാമല്ലോ, തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം മൊത്തത്തിൽ വഖഫ് അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇത് ശരിക്കും മറ്റ് സമുദായങ്ങൾക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു അവകാശവാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. സിവിൽ നിയമത്തിന്റെ കീഴിലായിരിക്കണം ഈ രാജ്യത്തുള്ള മുഴുവൻ നിയമങ്ങളും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾ ഓരോ പൗരനും അനുഭവവേദ്യമാകുന്ന തരത്തിൽ നിയമത്തിൽ സുതാര്യതയുണ്ടാകണം. ശരി ശരി സ്റ്റാലിൻ ദേവരുടെ ഓടി പറഞ്ഞ കാര്യം 10 മിനിറ്റ് സിദ്ധാന്തം ഇപ്പോഴും ഉണ്ട് എന്നാണ്. 10 മിനിറ്റിൽ മാറ്റം വരുത്തിയിട്ടില്ല കോൺഗ്രസ്. ഇപ്പോഴും സർക്കാരിന് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നിയമ ഭേദഗതി അല്ല ഫലപ്രദമെന്ന് കോടതിയിൽ അല്ല പാർലമെന്റിൽ ഈ വഖഫ് നിയമ ഭേദഗതി അനുകൂലിക്കുകയും ചെയ്യണം എന്നാണ് കോൺഗ്രസ്. ആ നിലപാട് എടുത്തിട്ടില്ല. ആ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുകയുമില്ല. ശ്രീ സ്റ്റാലിൻ, ഇതുവരെ നമ്മുടെ VD സതീശനൊക്കെ 10 മിനിറ്റത്തെ ഈ ഒരു പരിഹാരം പറയാറുണ്ടായിരുന്നു. പക്ഷേ ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്കിൽ എൻ്റെ കയ്യിൽ ഒരു മിനിറ്റ് പരിഹാരം വഖഫ് ആക്ടിനടിയിൽ തന്നെ ഉണ്ട്. അത് നിലവിലെ വഖഫ് ആക്ടിന്റെ അടിയിൽ 1 മിനിറ്റ് പരിഹാരമുണ്ട്. അതായത് സെക്ഷൻ 26. അതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഖഫ് ബോർഡിൻ്റെ CEO സർക്കാരിന് ഒരു കത്ത് കൊടുക്കണം. അതായത് ഞങ്ങൾ ഈ വസ്തു ഏറ്റെടുക്കൽ പ്രക്രിയയുമായിട്ട് മുനമ്പത്ത് ചെന്നാൽ അവിടെ റൈറ്റും ബ്രീച്ച് ഓഫ് പീസും മനുഷ്യ ജീവന് നഷ്ടവും അത് ആരോഗ്യത്തെയും ഈ മറ്റുമൊക്കെ ബാധിക്കുന്നതാണ്, വളരെ ബുദ്ധിമുട്ടാണെന്നൊരു കത്ത് നമ്മുടെ മുഖ്യമന്ത്രി കൊടുത്തു കഴിഞ്ഞാൽ അവസാനം എഴുതിയിരിക്കുക ദ ഡിസിഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ദെയർ ഓൺ ഷാൽ ബി ഫൈനൽ. ഇതുവരെ ആരും വായിച്ചിട്ടുമില്ല, ഒരിടത്തും പറഞ്ഞു. നിലവിലെ വഖഫ് നിയമത്തിന്റെ 26ാമത്തെ സെക്ഷൻ പ്രകാരം CEO വഖഫ് ബോർഡിന്റെ CEO മുഖ്യമന്ത്രിക്ക് സർക്കാരിന് ഒരു കത്ത് കൊടുക്കുകയാണ്. മുൻപത്തെ ഞങ്ങൾ വസ്തു ഏറ്റെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ദ ഡിസിഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ ബി ഫൈനൽ. വിവരമില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ സെക്ഷൻ പ്രകാരം എടുക്കാൻ പറ്റുമോ കോൺഗ്രസ്സെ? നിങ്ങളൊന്നും എടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഈ വഖഫ് ബോർഡിന്റെ ഏതെങ്കിലും CEO ഞങ്ങൾക്ക് ഇത് വേണ്ട, ഇവിടെ പ്രശ്നം നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് സറണ്ടർ ചെയ്യുമോ? PK ജലീൽ വഖഫ് ബോർഡിൽ ഉണ്ടായിരുന്നയാളാണ്. പിന്നെ ജലീൽ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം പറഞ്ഞു ഇത് സിവിൽ കോടതിക്ക്. പറഞ്ഞോളൂ ജലീൽ സാർ, പറഞ്ഞോളൂ. അല്ല, ഇതിനുള്ള മറുപടി സ്റ്റാലിൻ പറഞ്ഞ ഇക്കാര്യം അത് നടക്കുന്നതാണോ? ഞാൻ ഇതിൻ്റെ അകത്തിപ്പോ അല്ലല്ല, കാരണം വെച്ചാൽ അത് തന്നെ ഒരു ഭീഷണിയല്ലേ. കാരണം ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ അതിന് കീഴ്പ്പെടുത്തുന്ന നിയമം ബാധകമല്ല, നിയമപരമായി ഒന്നും നടത്താൻ പാടില്ല. അത് CEO എഴുതി സർക്കാർ തീരുമാനിച്ചോളൂ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നിയമപരമായുള്ള സംവിധാനങ്ങൾ. അപ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, അദ്ദേഹം പറയുന്നു ഈ വഖഫ് ട്രൈബ്യൂണലിൽ വന്നിട്ട് ഒരു സിവിൽ കോടതി സംവിധാനത്തിൽ എന്തും തീരുമാനിക്കട്ടെ. അതിപ്പോ വഖഫ് ട്രൈബ്യൂണലിലാണ് ഇപ്പോൾ അധികാരമെങ്കിൽ അവിടെയാണ് പെൻഡിംഗ് എങ്കിൽ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ പറഞ്ഞു സിവിൽ കോടതിയിൽ നിന്ന് മാറ്റി ഈ വഖഫ് ട്രൈബ്യൂണലിന് സിവിൽ കോടതിയുടെ സ്റ്റാറ്റസ് കൊടുത്തു. ദയവായി പറയൂ, അവിടെ നടപ്പിലാക്കപ്പെടുന്ന നിയമം എന്താണ്? റൂൾസും ചട്ടങ്ങളും എന്താണ് പറയാം? അവിടെ സിവിൽ പ്രൊസീജിയർ കോഡ് ഉണ്ടോ? ഇല്ല. അവിടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടോ? ഇല്ല. പിന്നെ അവിടെ എന്തോന്നാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? അവിടെ ഏത് റൂളാണ്, ഏത് നിയമമാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്? പിന്നെ കൂടാതെ
അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഫൈനൽ മാറ്ററും വിൽ ബി ഡിസൈഡഡ് ബൈ ദ ഫുൾ ബെഞ്ച്. അതായത് ഡിസ്ട്രിക്ട് ജഡ്ജി, രണ്ടാമതായിട്ട് ADM ഇതിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ, മൂന്നാമത് ഒരു മുസ്ലിം മത പണ്ഡിതൻ. ഇവർ 3 പേരും കൂടി ഇരുന്ന് ഒരു കേസ് കേട്ട് കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി ഡിസിഷൻ ഷാൽ പ്രിവെയിൽ. ആം ഐ റൈറ്റ്? അതായത് ഈ ADM-ഉം മുസ്ലിം മത പണ്ഡിതനും കൂടി വിചാരിക്കുകയാണെങ്കിൽ ജില്ലാ ജഡ്ജിയെ സൈഡ്ലൈൻ ചെയ്യാം, കരുവേപ്പലയാക്കിയെടുത്ത് മാറ്റിവെച്ചിട്ട് അവർക്ക് ഉത്തരവ് പറയാം. ആം ഐ റൈറ്റ് ഓർ റോങ്? എന്നിട്ടാണ് നിങ്ങൾ അതിനെ സിവിൽ കോടതിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ വിവരമുള്ള ആൾക്കാരും ഉണ്ട്. ഈ എല്ലാം പറയുന്നത് മാത്രം കേട്ടല്ല. പറയൂ. അതെ പറയട്ടെ. അതെ, ഒറ്റയ്ക്ക് വിവരം തീരുമാനിക്കരുത്. എന്റെ കഴിഞ്ഞു. സാറ് പറയും. ഈ 3 പേരടങ്ങുന്ന മൂന്ന് പേരടങ്ങുന്ന ട്രൈബ്യൂണലിനെ നിയമപ്രകാരം നിയമിക്കുന്നത് ഗവൺമെന്റാണ്. ആരാകണമെന്ന് കൃത്യമായി ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് നിയമം? അവിടെ ഒരു കേസ് വാദം കേൾക്കുമ്പോൾ ഏത് നിയമമാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്? സ്റ്റാറ്റസ് ഉള്ള അല്ല, ഇവിടെ പറയട്ടെ, അതും പറയാം. ജില്ലാ ജഡ്ജിയുടെ സ്റ്റാറ്റസ് ഉള്ള ആളാണ് അധ്യക്ഷൻ. നിയമം അറിയാവുന്ന ഒരാൾ, മറ്റൊരാള് ADM റാങ്കിൽ കുറയാത്ത ആൾ. പറയട്ടെ, ഇവരാരും മുസ്ലിം ആകണമെന്ന് ഈ നിയമം അതല്ല ക്വസ്റ്റ്യൻ. അതെല്ലാം രണ്ടുപേരും ഹിന്ദുക്കളാണെന്ന് വിചാരിക്കുക. ഏത് റൂളാണ് നിങ്ങൾ കൺസിഡർ ചെയ്ത് ഡിസിഷൻ എടുക്കുന്നതാണ് എനിക്കറിയാം. ഇപ്പോഴത്തെ അതും പറയാം. ഇപ്പോഴത്തെ ജില്ലാ ജഡ്ജി ആരോ ആയിക്കോട്ടെ സാർ, ഏത് നിയമം, ഏത് റൂള്, ഏത് ചട്ടമാണ് മുസ്ലിം അല്ലല്ല. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ തെറ്റാണ് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു മുസ്ലിം പണ്ഡിതന്. അതല്ല ശരി. മുസ്ലിം നിയമം അറിയാവുന്ന ഒരാൾ എന്നാണ് ഇത് പറയുന്നത്. ഇപ്പോഴും കഴിഞ്ഞ ബോർഡിലും കഴിഞ്ഞ കോടതിയിലും അംഗമായി നിയമം അറിയാവുന്ന ആൾ ഒരു വക്കീലാണ്, പണ്ഡിതനായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം തെറ്റായ ധാരണയുടെ പേരിലാണ്. നിങ്ങൾ ഈ റൂളിലേക്ക് വരൂ. ഏത് നിയമം, ഏത് റൂൾ, ഏത് ചട്ടമാണ് വഖഫ് ട്രൈബ്യൂണലിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? ആരോ ആയിക്കോട്ടെ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മുസ്ലിമിനെ എടുത്തിട്ടുണ്ട് സാറേ. അത് വിടൂ സാർ. ഈ ചട്ടങ്ങളിലേക്ക് അതിനകത്തൊരു കാര്യമുണ്ടല്ലോ. നിലവിലെ നിയമത്തിൽ അല്ലല്ല ശ്രീ ജലീൽ സാർ, ഈ നിലവിലെ നിയമത്തിൽ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അത് ഈ ട്രിബ്യൂണലിന്റെ കാര്യത്തിലും ട്രിബ്യൂണലിന്റെ ഡിസിഷൻ അത് ചോദ്യം ചെയ്യാം എന്നുള്ള ഭാഗം കൂടി വന്നിരിക്കുന്നു അല്ലേ? പക്ഷേ അതിനെ നിങ്ങൾ എന്തിനെ എതിർക്കുന്നു? അല്ല, അദ്ദേഹം എന്റെ ചോദ്യത്തിന് മറുപടി എന്നില്ല. വഖഫ് ട്രൈബ്യൂണലിലെ ഏത് നിയമമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്? തീരുമാനം അന്തിമമാണ്. വഖഫ് നിയമം, വഖഫ് ആക്ട് സൗദി അറേബ്യയുടെ അല്ല, ഇന്ത്യൻ പാർലമെന്റ്. അതിലെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ എന്ത് നിയമമാണ്? ഞാൻ സിവിൽ കോടതിയിൽ പോവുകയാണെങ്കിൽ എനിക്ക് സിവിൽ പ്രൊസീജിയർ കോഡ് ഉണ്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ട്. നിങ്ങളുടെ വഖഫ് ട്രൈബ്യൂണലിലെ ഏത് നിയമമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കേസ് ഡിസൈഡ് ചെയ്യാൻ? അത് മാറ്റണം. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട് എല്ലാ നിയമത്തിലും കേൾക്ക്. ഒരു വസ്തു അല്ല, ഒരു വസ്തു മഞ്ജുഷേ, ഒരു വസ്തു വഖഫാണോ എന്ന് തീരുമാനിക്കുമ്പോൾ ആ വസ്തു കയ്യേറിയോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയെന്നറിയോ? ഒരു സാധാരണ ഒന്ന് കുടിൽ കിട്ടിയാൽ മാത്രമല്ല, വഖഫ് നിയമം 2013 വരെ വഖഫ് ബോർഡിന്റെ പ്രീവിയസ് സാങ്ഷൻ ഇല്ലാതെ വിൽപ്പനകളെല്ലാം അസാധുവാണ്. അതാണ് മുനമ്പത്തെ സംബന്ധിച്ചും ബോർഡിന്റെ അനുമതി ഇല്ലാതെയാണ് വിൽപ്പന നടന്നത്. എന്നതുകൊണ്ടാണ് ആധാരം സാധുവല്ലാതാകുന്നത്. ഇതേ സെയിം നിയമം തന്നെയാണ് ഇവിടെ ട്രാവൽ കൊച്ചിൻ ആക്ടിലുള്ളത്, ഈ ദേവസ്വം ആക്ടിലുള്ളത്. അതൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A അടിയിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു കോടതിയുടെ ഉത്തരവില്ലാതെ അയാളുടെ വസ്തു നഷ്ടപ്പെടില്ല എന്നാണ് ഭരണഘടന എന്നാണ് നിയമം പറയുന്നത്. അതേ നിയമമല്ലേ ഭരണഘടനയുടെ നിയമമല്ലേ? നിങ്ങളുടെ വഖഫ് ആക്ട് മാത്രമാണോ നിയമം? ധർമ്മസ്ഥാപനങ്ങളുടെ ഭൂമിക്ക് നൽകുന്ന അതേ സംരക്ഷണമേ ഇതിൽ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ ഇതെന്തോ കാടൻ നിയമം, ഇതിന് മാത്രം എന്ത് സിവിൽ നിയമം ബാധകമല്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെയല്ലേ ആ ആക്ടിൽ വളരെ വ്യക്തമായി KLC ബാധകമാണ് എന്ന് പറയുമ്പോൾ ആ നിയമം വിട്ടിട്ട് സാർ ഈ പിന്നെ വഖഫ് ട്രൈബ്യൂണലിൽ ഏത് നിയമമാണ് അപ്ലൈ ചെയ്യുന്നത് പറയുന്നില്ലല്ലോ. അതിനെതിരായി തീരുമാനത്തിന് അപ്പീലില്ല എന്ന് പറയുന്നതിന് മാത്രം അവർക്ക് ഒരു നിയമം റെഫർ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം. ദേവസ്വം ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു പ്രൊസീജിയർ കാണണമല്ലോ. ഒരു കേസിൽ ഒരു വിധി പറയാൻ അയ്യോ ദേവസ്വം അത് നിലനിൽക്കില്ല. സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇവരുടെ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്നു. 1993 കേസ് ഹൈക്കോടതി വിധിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വഖഫ് ബോർഡ് ഈസ് നോട്ട് എ റിലീജിയസ് ബോഡി എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതൊരു സെക്യുലർ സർക്കാരിന്റെ ഒരു ടൂൾ മാത്രമാണ്.
അതിന് ഒരു കോമൺ വിശ്വാസം ഇല്ല. അതായത് പക്ഷെ വഖഫിനുണ്ട്. വഖഫ് ബോർഡ് യു കനോട്ട് കമ്പയർ വഖഫ് ബോർഡ് വിത്ത് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് സോഷ്യോ റിലീജിയസ് ബോഡിയാണ്. പഞ്ചായത്ത് പ്രവർത്തിക്കുന്നതും എന്റെ പൊന്നു സാറേ, ഇതൊരു ബോഡി കോർപ്പറേറ്റ് മാത്രമാണ് വഖഫ് ബോർഡ്. ഇറ്റ് ഈസ് നോട്ട് എ സോഷ്യോ റിലീജിയസ് ബോഡി. അത് ആദ്യം മനസ്സിലാക്കൂ. യു പ്ലീസ് ഡോണ്ട് കമ്പയർ ദേവസ്വം ബോർഡ് വഖഫ് ബോർഡ്. അത് തന്നെയാണ് ദേവസ്വം ബോർഡ്. അല്ല, ദേവസ്വം ബോർഡ് ഈസ് എ സോഷ്യോ റിലീജിയസ് സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുള്ള അധികാരങ്ങൾ ഒന്നുമല്ല. ഡോണ്ട് കമ്പയർ ദേവസ്വം ബോർഡ് വിത്ത് വഖഫ് ബോർഡ്. ഇറ്റ് ഈസ് എ സോഷ്യോ റിലീജിയസ് ബോഡി, വേറാസ് വഖഫ് ബോർഡ് ഈസ് ഓൺലി എ ബോഡി കോർപ്പറേറ്റ്. ബോഡി കോർപ്പറേറ്റ് എന്നാൽ കമ്പനിക്ക് സമാനമായ ഒരു സംവിധാനം. അതിൽ ഈ സെക്ഷൻ 38 പറയുന്നു കമ്പനിക്ക് സമാനമായ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദാനം ചെയ്യുന്ന ഒരു ഭൂമി ആ മതത്തിൽപ്പെട്ട ആളുകളുടെ മാത്രമാണ് വിനിയോഗിക്കുന്നത്. അത് പൊതുസമൂഹത്തിന്റെ രാഷ്ട്രത്തിന്റെയോ നിങ്ങളുടെ സെക്ഷൻ 38 പറയുന്നു CEO മതപരമായ ഒരു കാര്യത്തിലും ഇടപെട്ട് പോരുത്. അതുപോലെയാണോ ദേവസ്വം ബോർഡ്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സോഷ്യോ റിലീജിയസ് ബോഡി എന്നും എന്താണ് ബോഡി കോർപ്പറേറ്റ് എന്നും ആദ്യം പഠിക്കണം. എന്നിട്ട് വേണം കമ്പയർ ചെയ്യാൻ. പ്ലീസ് ഡോണ്ട് കമ്പയർ ദേവസ്വം ബോർഡ് വിത്ത് കേസുകൾ. മഞ്ജുഷ മനസ്സിലാക്കേണ്ടത് ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ വെറും 5% ഉള്ളൂ. ബാക്കി ആ പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ശരിയല്ല, കണക്ക് ശരിയല്ല, അയാൾ ശരിയല്ല, അവിടുത്തെ കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന കേസുകളാണ് 95%. കൈകാര്യം ചെയ്യുന്ന മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് എൻട്രി കൊടുക്കുന്നതിൽ ന്യായമില്ല എന്നാണ്. ആ ചെയ്യുന്നതിലുള്ള ആത്മാർത്ഥതയില്ലായ്മ ബോധ്യപ്പെടണമെങ്കിൽ ഇതിന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന ന്യായം ഇവിടെ വസ്തു സംബന്ധിച്ച് മറ്റുള്ള സമുദായങ്ങളുടെ വസ്തുക്കൾ സംബന്ധിച്ചും കേസുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മുസ്ലിം അല്ലാത്തവർ വേണമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡും മുസ്ലിം ഹിന്ദുക്കളല്ലാത്തവരുടെ ഭൂമികൾ കൈവശം വയ്ക്കുന്നത് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെയല്ല. ആ റിപ്പോർട്ട് എന്റെ പഠനത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം അവിടെ ഒരു മതപരമായ സംവിധാനമല്ല വഖഫ് ബോർഡ്. ജെപിസിയുടെ റിപ്പോർട്ടിൽ അത് വ്യക്തമായിട്ട് ശ്രീ ജോസുകുട്ടി ഒഴികെ ഇക്കാര്യത്തിൽ ഒന്നും നിങ്ങൾക്ക് ആശങ്കയില്ലേ? ഇപ്പോൾ കാര്യം ഇത് ഇന്ത്യയിലെ പരിഹാരമായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ മതപരമായ വിശ്വാസമുള്ളവർ തങ്ങളുടെ മോക്ഷത്തിന് വേണ്ടി ആ കാര്യത്തിൽ മതപരമായ വിശ്വാസങ്ങളും ബന്ധപ്പെടും. അല്ല, മതപരമായ കോടതി കൂടെ പറയണ്ടേ? സുപ്രീം കോടതി ഹൈക്കോടതി പറഞ്ഞാലേ പറ്റൂ. നിങ്ങൾ അല്ലല്ലോ, അതൊരു മതവിശ്വാസത്തിന്റെ പേരിൽ ദാനം ചെയ്യുന്ന ഒരു ഭൂമിയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ അതിനകത്ത് പ്രസക്തിയുള്ളൂ. അപ്പൊ സ്വാഭാവികമായും മറ്റു മതസ്ഥരുടെ ഭൂമിയിൽ അത്ര അവകാശവാദങ്ങൾ വന്നാൽ അവിടെ അത് പ്രസക്തി ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമ ഭേദഗതിയാണ് ഈ പ്രതിസന്ധികളുടെ പരിഹാരം. ആ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുവാൻ എല്ലാവരും തയ്യാറാകണം. അതാണ് ഞങ്ങൾക്ക് ശക്തമായിട്ട് പറയാനുള്ളത്. ശരി, ശ്രീ റോണി കെ ബേബി, താങ്കൾ പറയുകയുണ്ടായി AKCCയുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു നിലപാട് വന്നാൽ കോൺഗ്രസ് അതിനെ നേരായ രീതിയിലായിരിക്കും കാണുക, അല്ലാതെ കാസയുടെ നിലപാടല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്ന്. AKCCയും ഇതേ നിലപാടുള്ളവരാണ് ശ്രീ റോണി കെ ബേബി. എന്നിട്ടും കോൺഗ്രസിന് എന്തുകൊണ്ട് നേരം വെളുക്കുന്നില്ല? ഇവിടെ മുൻപ് വിഷയത്തില് ബഹുമാനപ്പെട്ട ശ്രീ ജോസുകുട്ടി പറഞ്ഞതും ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുമല്ല ഒട്ടറിഞ്ഞ ഞങ്ങൾ പറഞ്ഞെന്താ, അത് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല. അത് തന്നെയാണ് AKCCയും പറയുന്നത്, കോൺഗ്രസ് പാർട്ടിയും പറയുന്നത്. പിന്നെ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിന്റെ അകത്താണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. എന്തുകൊണ്ടാണ് സാർ വഖഫ് ഭൂമി അല്ലാത്തത് മുനമ്പം? സാറിന് പറയാൻ പറ്റും. അത് പറയാം. കാരണം ഇവിടെ ഏതെങ്കിലും ഇന്ത്യയിലെ കോടതികളെക്കാൾ വലുതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വഖഫ് ബോർഡ്. അല്ല, സാറ് പറയും എന്തുകൊണ്ടാണ് മുനമ്പം ഒരു വഖഫ് അല്ലാത്തത്? അല്ലാതെ കൃത്യമായി പറയാം. കാരണം പറവൂർ കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലൊക്കെ ഉത്തരവുകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫറൂഖ് കോളേജിന് കൊടുത്ത ഗിഫ്റ്റ് ഡീഡാണ്. അത് എന്ന് പറയുന്നത് വഖഫ് ഭൂമി അല്ല എന്ന് കൃത്യമായി ഈ രാജ്യത്തെ കോടതികൾ പറഞ്ഞു. സാർ ഏത് ജഡ്ജ്മെന്റിൽ എവിടെയാണ് പറഞ്ഞത്? സാർ വായിച്ചിട്ടുണ്ടോ? സാർ അങ്ങനെയെങ്കിലും എന്തടിസ്ഥാനത്തിലാണ് ഫറൂഖ് കോളേജ് ഭൂമി വിറ്റത്? പറ. ഇത് ഈ പറയുന്ന വഖഫ് ലാൻഡ് ആണെങ്കിൽ എങ്ങനെ ഈ ഫറൂഖ് കോളേജ് ഭൂമി വിറ്റു? ഈ മുഴുവൻ ആളുകൾക്ക് വഖഫ് ബോർഡിനോട് പറയുന്നില്ല. അതെന്തുകൊണ്ട് സാർ വഖഫ് ബോർഡിനോട് പറയുന്നില്ല? എന്തുകൊണ്ട് സാർ ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല? കത്തോലിക്ക കോൺഗ്രസിന്റെ പറയുന്നത്
ഹൈക്കോടതി വിധിയുണ്ടെന്ന് ഞാൻ ഒരേ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ ഇവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്. അതനുസരിച്ച് ഹൈക്കോടതിക്ക് മുകളിലാണ് ട്രൈബ്യൂണലും അല്ല, ഇത് നമുക്ക് ഒറ്റ കാര്യം ചോദിക്കാം. നമ്മളിവിടെ എല്ലാവരും ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ചർച്ച. എങ്ങനെയാണ് ഇതിന് പരിഹാരം? മുനമ്പം ജനത അവിടെ സുരക്ഷിതമായി മുമ്പോട്ട് പോകണം. ഒരുപക്ഷെ വഖഫ് സംരക്ഷണ സമിതിക്ക് ഇപ്പോൾ അവരുടെ അഭിപ്രായം മുമ്പ് പറഞ്ഞ പോലെ അല്ല, അവരെ ഇറക്കി വിടണമെന്നൊക്കെ അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. എന്ത് തന്നെ അത് പോട്ടെ. എങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെ വഖഫ് ഭേദഗതിയിലൂടെ അല്ലാതെ ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം? അത് നിയമപരമായി എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഷോണെ, ഇതിനകത്ത് അർത്ഥസംഖ്യ ഇടയില്ലാത്ത വണ്ണം വളരെ ക്ലാരിറ്റിയോടെ തന്നെ ഞങ്ങൾ കൃത്യമായി പറയാം. ഷോൺ ചോദിച്ചു, ഇവിടെ ഷോൺ ആദ്യം പറഞ്ഞു നിസാർ കമ്മിറ്റി 2009 റിപ്പോർട്ട് കൊടുത്തു. ഷോൺ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നത് ഷോൺ ചോദിച്ച ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. പിന്നീട് 5 വർഷം ഉമ്മൻചാണ്ടി സാർ ഭരിച്ചു. അന്ന് UDFന്റെ കാലത്തുണ്ടായിരുന്ന വഖഫ് ബോർഡ് ഞങ്ങൾ ഈ പറയുന്ന ഭൂമി ആസ്തി രജിസ്റ്റർ ഞങ്ങൾ ഉൾപ്പെടുത്തിയോ? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മുൻപത്തെ പാവപ്പെട്ട ഭൂമി ഏറ്റെടുക്കാൻ ഞങ്ങൾ പറഞ്ഞോ? പിന്നീട് വിഷയം വരുന്നപ്പോൾ 2019 നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തുകൊണ്ടാണല്ലോ ഈ ഇഷ്യൂവിന്റെ പ്രധാനപ്പെട്ട ഒരു രേഖ എന്ന നിലയിൽ ഈ ഇഷ്യൂവിന്റെ തുടക്കം. ആ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത സാഹചര്യത്തെ 5 വർഷക്കാലം പേരിക്കൂട്ടിയില്ല എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണം തീരുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാസർ മനയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അന്ന് ഗവൺമെന്റ് എടുത്ത നിലപാട് അത് വഖഫ് ലാൻഡ് ആണ് എന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഈ നിസാർ കമ്മിറ്റി എടുത്ത നിലപാട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് ക്യാബിനറ്റ് വേണമെങ്കിൽ തിരുത്താമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ ക്യാബിനറ്റ് ഡിസിഷൻ തിരുത്തിയിരുന്നെങ്കിൽ 2016 നിസാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത് അന്യാധീനപ്പെട്ടു പോയ വഖഫ് ഭൂമി എന്ന നിലയിൽ ഈ നാസർ മനക്കൽ ഉൾപ്പെടെ ഇപ്പൊ വഖഫ് സംരക്ഷണ നാസർ മനക്കൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഭേദഗതി അല്ലാതെ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഇപ്പൊ സംസ്ഥാന സർക്കാർ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതല്ലാതെ ഭേദഗതി അല്ലാതെ നിങ്ങൾ നിർദ്ദേശിക്കുന്ന മുനമ്പം ജനതയ്ക്ക് നമ്മളെല്ലാം വിട്ടുപോയതാക്കാം. മുനമ്പം ജനതയ്ക്ക് അവരുടെ ഭൂമിയുടെ സിവിൽ റൈറ്റ്സ് തിരികെ കിട്ടാൻ കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്ന ആശയം എന്താണ്? ഇതിന്റെ അകത്ത് നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനോ പിന്നീട് വന്നിരിക്കുന്ന ഈ പറയുന്ന ഈ വഖഫ് ബോർഡ് അവരുടെ ആസ്തി രജിസ്റ്റർ ഉൾപ്പെടുത്തിയതിന് നിയമപരമായി സാധുതയില്ല. ഞങ്ങൾ കൃത്യമായി പറയുന്നത് 2021 സിംഗിൾ ബെഞ്ച്, ഞാനിവിടെ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ. ഇവര് പറയുന്നു ഈ പറയുന്ന വഖഫ് ബോർഡിന് മുകളിൽ ഒരു നിയമവും ഇല്ല, ഒന്നും നിലനിൽക്കില്ല. ഇവിടെ വഖഫ് ബോർഡ് ഉള്ളപ്പോഴാണ് 1995 വഖഫ് നിയമം നിന്നപ്പോഴുമാണ് 2021 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇവരുടെ അവകാശങ്ങൾ മുഴുവൻ കൊടുത്തത്. അവകാശമല്ല, ഒരു സെക്കൻഡ്. ഇവിടെ വന്ന നിർദ്ദേശങ്ങളിൽ ഇവിടെ സ്റ്റാലിൻ ദേവൻ പറഞ്ഞ സെക്ഷൻ 26 അത് ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. ഷോൺ നിലവിലെ വഖഫ് നിയമത്തിലെ സെക്ഷൻ 26 ഇവിടെ സ്റ്റാലിൻ ദേവൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് വഖഫ് ബോർഡിന്റെ സിഇഒയ്ക്ക് ചില ഇടപെടലുകൾ നടത്താമെന്നാണ്, ഗവൺമെന്റിന് അതിന് ശുപാർശ നൽകാമെന്നാണ്. അതിനെക്കുറിച്ച് ബോധവാനായിരുന്നു ശ്രീ ഷോൺ? അങ്ങനെ ഒരു കാര്യം നടക്കുമോ? അല്ല റോണി നിൽക്കൂ. കോൺഗ്രസിന്റെ നിർദ്ദേശത്തിന്റെ അത് വെറും പൊട്ടത്തരമാണ്. ശരി ഷോൺ ജോർജ്, വേറൊരു ഭൂമിയിലും ഇതുപോലെ തന്നെ അവകാശം ഉന്നയിച്ചോണ്ട് വരാം. ഇവിടെ AKCC പ്രതിനിധി പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ വിഷയം താൽക്കാലികമായി എവിടെ പരിഹാരമുണ്ടായാലും നാളെ ഒരു വെള്ള പേപ്പറിൽ ആര് പരാതി കൊടുത്താലും വഖഫ് ആക്ട് ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം എന്നും ഡെമോക്രാസിന്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ ആ ജനതയുടെ മണ്ടയിൽ ഈ വഖഫ് ഒരു വാളായി തൂങ്ങിക്കിടക്കും. ഒരു സംശയം വേണ്ട. പറഞ്ഞിരുന്നു ശ്രീ ഷോൺ സെക്ഷൻ 26നെ അവിടെ
അങ്ങനെ അല്ല, ചെയ്യില്ല. വഖഫ് സെക്ഷൻ 26 അനുസരിച്ച് തീരുമാനം എടുക്കേണ്ടത് ആരാണ്? നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാം. സർക്കാരാണ്. അവസാന തീരുമാനം എടുക്കേണ്ടത് ആരാണ്? അവസാന തീരുമാനം സർക്കാരാണ്. CEO ഓഫ് ദ വഖഫ് ബോർഡ്, വല്ല വഖഫ് ബോർഡിന്റെ CEO തീരുമാനം എടുക്കാൻ, ആ CEO അല്ല ഈ പരാതി കൊടുത്തേക്കുന്നത്. അല്ല, ഡിസിഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ദെയർ ഓൺ ഷാൽ ബി ഫൈനൽ എന്നാണ് അതിന്റെ അവസാന ഡി ക്ലോസിൽ അവസാനം പറയുന്നത്. അങ്ങനെയാണ് ഇതിന്റെ അകത്ത്. അല്ലല്ല, ഈ പറഞ്ഞ സെക്ഷൻ 26 ബോർഡ് എടുക്കുന്ന ഏതൊരു തീരുമാനവും നടപ്പിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വിവരം സർക്കാരിന് റിപ്പോർട്ട് ചെയ്യാം. അതിലൊന്നാണ് അവിടെ ഈ പറഞ്ഞ ക്രമസമാധാന പ്രശ്നം. അത് ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് ചെയ്യാം. അതിൽ സർക്കാർ തീരുമാനം എടുക്കാം എന്ന് കരുതി ആ തീരുമാനം താൽക്കാലികമായി തടഞ്ഞു വെക്കാം എന്നല്ലാതെ ഇത് ഒരു നിയമപരമായി അവകാശപ്പെട്ട ഒരു കാര്യമാണ് നാട്ടിൽ പ്രശ്നമെന്ന് പറഞ്ഞ് ഒരു നിയമം നിഷേധിക്കാൻ, നീതി നിഷേധിക്കാൻ. പക്ഷെ ആ ഭൂമി എടുത്ത് ഈ ജനങ്ങൾക്ക് കൊടുക്കാം എന്നുള്ള കാര്യമില്ല. അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് വരണമെന്നൊന്നുമില്ലല്ലോ. ഈ ക്രമസമാധാന പ്രശ്നമുണ്ട്. അല്ല, ക്രമസമാധാന പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് ഏറ്റെടുക്കാൻ കഴിയുകയില്ല എന്ന് ഒരു റിപ്പോർട്ട് CEO നൽകുകയാണെങ്കിൽ അതിൽ സർക്കാർ തീരുമാനമെടുക്കാമെന്ന്. ആ ഭൂമി അല്ല, സർക്കാർ തീരുമാനം ഇതാണ്. ആ ഇംപ്ലിമെന്റേഷൻ തടയാനുള്ളൂ. അതല്ലാതെ നടക്കാത്തൊരു കാര്യമാണ്. അത് മാത്രമല്ല, മറ്റു ഭൂമികളിൽ ഇങ്ങനെ തർക്കം വരുമ്പോൾ അവിടെയും ഈ ആവശ്യം ഉയർന്നു വരും. അത് വഖഫ് ബോർഡിന് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. അത്യാവശ്യം പറയേണ്ട ഒരു പോയിന്റ്. ശരി, പറഞ്ഞോളൂ. അതായത് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ബെച്ചു കുര്യൻ തോമസ് ജഡ്ജ്മെന്റിനെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത നിയമപരമായ ഒരു ജഡ്ജ്മെന്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ചിന് ഒരു വലിയ അബദ്ധം പറ്റിയിരിക്കുകയാണ്. അദ്ദേഹം ഈ രാമേന്ദ്ര കമ്മീഷനെ പിരിച്ചു വിട്ടത് തന്നെ ഇത് ഈ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ഈ കേസ് നടക്കുകയാണ്. വഖഫ് ആക്ടിൻ്റെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ അത് പരിശോധിക്കാൻ കഴിയൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷനെ പിരിച്ചുവിട്ടത്. രണ്ടാമത്തെ ഒരു കാരണം, ഇദ്ദേഹം ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജാണ്. അദ്ദേഹം എന്തെങ്കിലും ഇത് വഖഫാണോ അല്ലയോ എന്നൊക്കെ ഒരു പരാമർശം നടത്തിക്കഴിഞ്ഞാൽ അത് ഈ ട്രൈബ്യൂണലിന് സ്വാതന്ത്ര്യത്തോടു കൂടി ഈ കേസ് പരിഗണിക്കാനുള്ള അതിലൊരു പ്രയാസമുണ്ടാക്കും, കക്ഷികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ്. അപ്പോൾ അതവിടെ അങ്ങനെ നിൽക്കട്ടെ. അതിനുശേഷം കോടതി അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ 16ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1971 പറവൂർ സബ് കോടതിയും തുടർന്ന് 1975 ഹൈക്കോടതിയുടെ കാര്യം പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഹൈക്കോടതി 75 ഒരു ജഡ്ജ്മെൻറ്റും കൂടെ പറഞ്ഞിരുന്നു. അതിൽ ഇതൊരു വഖഫാണെന്ന് പറഞ്ഞിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. എന്നാൽ നമ്മൾ ഈ വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 7B നോക്കുകയാണെങ്കിൽ 1995 മുമ്പ് ഏതെങ്കിലും കോടതി എന്തെങ്കിലും വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ വഖഫ് ട്രൈബ്യൂണൽ റീഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് 7B പറഞ്ഞിരിക്കുന്നു. ഇത് അവിടെ നിലനിൽക്കുക, അത് കോടതിയുടെ ശ്രദ്ധയിൽ വന്നില്ല. ഈ കോടതി ഇങ്ങനെ ഒരു പരാമർശം അതിൻ്റെ 16ാമത്തെ ഖണ്ഡികയിൽ പറവൂർ സബ് കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതിനുപരിയായിട്ട് ഡിവിഷൻ ബെഞ്ച് വന്നിട്ട് ഇതൊരു ഇഷ്ടദാനമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരാമർശം വരുമ്പോൾ ഇനി ഈ വഖഫ് ട്രൈബ്യൂണലിന് പറയും വഖഫ് ട്രൈബ്യൂണലിൽ പറയും ഇങ്ങനെ ഒരു വിധി ഈ 1995 ഈ ആക്ട് വരുന്നതിന് മുമ്പ് തന്നെ പറവൂർ സബ് കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനി ഈ കേസ് റീഓപ്പൺ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റാണ്. കാരണം ഈ കേസ് ട്രൈബ്യൂണലിൽ നടക്കണം എന്ന് വേണ്ടിയിട്ടാണ് ഈ ജഡ്ജ്മെന്റ് തന്നെ പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് കോടതി ഇതും കൂടി ചാനലിൽ വന്നിരുന്നു വാദിച്ചിട്ടുന്ന കാര്യം. അതെ, അത് ഞാൻ ഉള്ള കാര്യം പറയുന്നു. എന്റെ വസ്തു ആരും ഏറ്റെടുത്തിട്ടില്ല. വഖഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നും. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്ന് കത്തോലിക്ക സഭ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുവെന്ന് 82% പ്രേക്ഷകരും, ഇല്ല എന്ന് 15%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.